മൂന്നാമത്തെ ഹദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്തും പറ്റൂല, സദഖയും പറ്റൂല. പറ്റുന്ന ഏത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഹദിയ. അതുകൊണ്ട് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ധനങ്ങളിൽ ഏറ്റവും നല്ല ധനം ഹദിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വരുമാനതായിരുന്നു ഹദിയാണ്. ആ ഹദിയ ആരെങ്കിലും എനിക്ക് കൊടുന്നാൽ നബി എന്ത് ചെയ്യും? അത് മേശപ്പുറത്ത് ഒരു സാധനം ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ ആ ഗിഫ്റ്റ് ഇങ്ങനെ വെക്കണതിന്റെ മുമ്പ്, മേശം എത്തുന്നതിന് മുമ്പ് പാറിപ്പോയിണ്ടാവും. കരീഹിൽ മുർസല, കൊടുങ്കാറ്റ് പോലെ ദാനം ചെയ്തിട്ടുണ്ടാവും. ദാനം ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ ആളുകൾക്ക് കടം കൊടുക്കുക. കടം ചോദിച്ച ഒരാൾ വന്നാൽ നിനക്ക് സമ്പത്തും ശേഷിയുണ്ടെങ്കിൽ അയാൾക്ക് കടം കൊടുക്കണം. കാരണം ആവശ്യക്കാരനാണ് കടം ചോദിച്ചവർ, അതിൽ പുണ്യമുണ്ട്, നന്മയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെലവഴിക്കുന്ന സംസ്കാരം ഉണ്ടാകുക. അതാണ് ഇൻഫാഖ് ഫീസ്. ബാക്കിയുള്ളതൊക്കെ അതിന്റെ ഓരോ ഓർഡറുകൾ. ഇൻഫാഖ് ഫീസ് നമ്മളെ സമ്പത്തില് നമ്മൾ ഇപ്പം നാട്ടിലൊരു മുതലാളി ഞങ്ങൾ പരിശോധിച്ച് നോക്കുക. നല്ല ധനാഢ്യനായ ഒരാളുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പിശുക്കനൊക്കെ ആയിരിക്കും. പൈസ ഒക്കെ ചെന്ന് ചോദിച്ചാൽ അങ്ങനല്ല, നമ്മൾ എന്ത് ചെയ്യുക? പക്ഷെ അയാളെ വാപ്പ എന്തായിരിക്കും? ഉദാഹരണമായിരുന്നു. വാപ്പ ചിലപ്പോൾ പിശുക്കനായിരിക്കും, വല്യാപ്പ എന്തായിരിക്കും? ഈ 5 തലമുറയിൽ ഒരു ഉദാഹരണം ഇല്ലെങ്കിൽ അയാൾ സമ്പന്നനാവൂല. ഇല്ല, ശ്രദ്ധിച്ചോ? തന്റെ തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ഉദാരവാനായിട്ടില്ലെങ്കിൽ അയാൾ മുതലാളിയായിട്ടുണ്ടാവില്ല. സ്വതക്ക ചെയ്യുന്ന സമ്പത്തിലേ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? വർധനവ് കൊടുത്തിട്ടുള്ളൂ. മകൻ പിശുക്കനാണെങ്കിൽ വാപ്പ നന്നായി കൊടുക്കുന്ന ആളായിരുന്നു, വാപ്പ പിശുക്കനാണെങ്കിൽ വല്യാപ്പ നന്നായി കൊടുക്കുന്ന ആളായിരുന്നു. ആ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിക്കും. 5 തലമുറകൾ വരെ അള്ളാഹു സ്വതക്ക ചെയ്യുന്ന സമ്പത്ത് വർദ്ധിപ്പിക്കും. വർദ്ധിക്കാത്ത എന്തുകൊണ്ടാണ്? മുഷിഞ്ഞു കൊടുത്തിട്ടാണ്. മുഷിഞ്ഞു കൊടുത്തിട്ട് റെസിപ്റ്റ് വരുമ്പോ തന്നെ നമ്മൾ തലയിൽ ചൊറിയാണ്. ചൊറിഞ്ഞിട്ട് നിങ്ങൾ 1000 2000 ഒക്കെ കൊടുക്കും. കൊടുത്തിട്ട് കാര്യമില്ല, 2000 പോയതാണ്. കാരണം എന്താണ്? 2000 20,000 ആവണമെങ്കിൽ എല്ലാ വർഷവും റെസിപ്റ്റ് ആയിട്ട് വരുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ ഈ റമദാനിൽ വന്നില്ല. അപ്പൊ നമ്മൾ തേടി പിടിച്ചിട്ട് അയാളെ വീട്ടിൽ പോകും. എന്തേ ആവശ്യമുണ്ടോ നോക്കിയിട്ട് ആ 2000 രൂപ കൊടുത്തു നോക്കും. 20,000 ഇവിടെ വർദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ അങ്ങോട്ട് പോയി കൊടുത്തതാണ്. നമ്മളടുത്തേക്ക് സൽക്കാര്യങ്ങൾക്ക് പിരിവിന് വരുന്ന മനുഷ്യന്മാരെല്ലാം നമ്മളെ ഇൻഫാക്കിന്റെ സംസ്കാരം പഠിപ്പിച്ച മനുഷ്യരാണ്. ആണ് ഇൻഫാക്ക് പഠിപ്പിച്ച ആളുകളാണ്. നിങ്ങളുടെ അടുത്തുള്ള ധനം ചോദിച്ചു വാങ്ങുന്ന ആളുകൾക്ക് 2 പുണ്യമുണ്ട്. ഒന്ന് അയാളെ പ്രേരിപ്പിച്ച പുണ്യമുണ്ട്, മറ്റത് പ്രവർത്തനം തന്നെ ഒരു ഫീസബീലില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൻഫാക്കിന്റെ സംസ്കാരമുള്ള വീടുകളിലാണ് സമ്പത്തിൽ ബറക്കത്ത് അല്ലാഹു നൽകുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ദാരിദ്ര്യം അങ്ങനെ തന്നെ. ഒരു 5 തലമുറക്കെ മാക്സിമം ദാരിദ്ര്യം ഒരാൾ അനുഭവിക്കുള്ളൂ. പിന്നെന്ത് ചെയ്യും? അയാൾ സമ്പന്നനായി വലുതായി വളരും. തിരിച്ചു കൊടുക്കും. നേരെ തിരിച്ചുകൊണ്ട് മറ്റത് കൗണ്ട് ഡൗൺ ചെയ്യും. അപ്പൊ അതൊക്കെ കറങ്ങി വരും. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. അധികാരം, സമ്പത്ത്, ഇതൊക്കെ മാക്സിമം പോകുന്നതിനൊരു കണക്കുണ്ട്. ആ കണക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരുന്ന സംഭവം. അപ്പൊ ഇൻഫാക്കിന്റെ സംസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കുക. അത് ലോകത്ത് നമുക്ക് വിജയിക്കാൻ ഏറ്റവും വലിയ മാനദണ്ഡം. ബദരീങ്ങളാണല്ലോ മനുഷ്യരിൽ ഏറ്റവും സെറ്റർ എന്ന് റസൂലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹു ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ആ ഓഫർ എന്താണ്? അവരുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെ നാം പുറത്തു കൊടുക്കും എന്നതാണ്. അത്ര ഓഫർ വേറൊരു മനുഷ്യർക്കും അള്ളാഹു നൽകിയിട്ടില്ല.